നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് കാത്തിരിക്കുന്നത്. വാക്സിൻ എടുത്തവർക്ക് മാത്രം പ്രവേശനാനുമതി നൽകിയാൽ മതിയെന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ തീരുമാനമെടുത്തതോടെ അതിനായി കാത്തിരിപ്പ്. പ്രവാസികാര്യം മുഖ്യമന്ത്രി ഏറ്റെടുത്തതോടുകൂടി അതിനൊക്കെ ഒരു തീരുമാനമായി എന്ന ആശ്വാസം നിലനിൽക്കുമ്പോഴും ഇന്ത്യയിൽ അംഗീകാരം നൽകിയ വാക്സിനുകൾക്ക് സൗദിയിൽ അനുമതിയില്ല. അതോടൊപ്പം തന്നെ മറ്റു ഗൾഫ് രാഷ്ട്രങ്ങളിൽ അനുമതിയുള്ള വാക്സിനാണെങ്കിൽ തന്നെ കാത്തിരിക്കുന്നത് മറ്റൊന്നും. അതായത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഡ് വാക്സിന്റെ വ്യത്യസ്ത പേരുകൾ പ്രവാസികൾക്ക് വിനയാകുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇന്ത്യയിൽ കോവിഷീൽഡ് എന്നും വിദേശത്ത് ആസ്ട്രസെനക്ക എന്നും അറിയപ്പെടുന്ന വാക്സിൻ എടുത്തവർക്കാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി രൂപപ്പെട്ടത്. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ രാജ്യങ്ങളിൽ ആസ്ട്രസെനക്ക എന്ന പേരിലാണ് വാക്സിൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ കോവിഷീൽഡ് ഈ രാജ്യങ്ങളുടെ അംഗീകൃത പട്ടികയിലില്ല. ആസ്ട്രസെനക്ക വാക്സിൻ 2 ഡോസ് എടുത്തവർക്കും 1 ഡോസ് എടുത്ത് 14 ദിവസം പിന്നിട്ടവർക്കുമാണ് സൗദി ഉൾപ്പെടെ ചില രാജ്യങ്ങളിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഇവർക്ക് ക്വാറന്റീനിലും ഇളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള വാക്സിൻ രേഖകളിൽ കോവിഷീൽഡ് എന്ന് രേഖപ്പെടുത്തിയതിനാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല. 2 വാക്സിനും ഒന്ന് തന്നെയാണെന്ന് ഇന്ത്യ രേഖാമൂലം അറിയിക്കുകയോ രേഖകളിൽ ആസ്ട്രസെനക്ക എന്ന് രേഖപ്പെടുത്തുകയോ ചെയ്യണമെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ കോവിഡ് വാക്സിനേഷന്റെ കാര്യത്തിൽ പ്രവാസികൾക്ക് മുൻഗണന നൽകി സർക്കാർ ഉത്തരവിറക്കിയത് ഏറെ ആശ്വാസകരം തന്നെയാണ്. എന്നാൽ 1-ാം ഡോസിനും 2-ാം ഡോസിനും ഇടയിലുള്ള കാലദൈർഘ്യം പ്രവാസികളുടെ കാര്യത്തിൽ കുറച്ചു നൽകിയില്ലെങ്കിൽ പുതിയ ഉത്തരവിന്റെ പ്രയോജനം കിട്ടാത്ത സ്ഥിതി വരുന്നതായിരിക്കും. സംസ്ഥാനത്ത് 18 മുതൽ 45 വയസ്സ് വരെയുള്ള കുത്തിവയ്പ് മുൻഗണനാ പട്ടികയിലാണ് ഇപ്പോൾ പ്രവാസികളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി പ്രവാസികൾ www.covid.gov.in എന്ന ലിങ്കിൽ ആദ്യം വ്യക്തിഗത വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് പ്രവാസി മുൻഗണന ലഭിക്കാനായി https://covid19.kerala.gov.in/vaccine/ എന്ന ലിങ്കിലും രജിസ്റ്റർ ചെയ്യണം. നിലവിൽ കേരളത്തിൽ കോവിഷീൽഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞ് 84 ദിവസം കഴിഞ്ഞാണ് 2-ാം ഡോസ് നൽകുന്നത്. വാക്സിൻ ലഭ്യത അടക്കം പരിഗണിച്ചാണ് ഇത്രയധികം കാലയളവ്. നേരത്തെ ഇത് 28 ദിവസമായിരുന്നു. പിന്നീട് ആദ്യ ഡോസ് കഴിഞ്ഞ് 42 ദിവസം കഴിഞ്ഞും 56 ദിവസത്തിനുള്ളിലും 2-ാം ഡോസ് എടുത്താൽ മതിയെന്നായി. എന്നാൽ ഇപ്പോൾ 84 ദിവസമാക്കി. മിക്ക പ്രവാസികളും ചെറിയ അവധിക്കാണ് നാട്ടിലെത്തുന്നത്. കോവിഡ് കാരണം ദീർഘകാലമായി നാട്ടിൽ കുടുങ്ങിയവരും ആദ്യ ഡോസ് എടുക്കുകയും ചെയ്തവർക്കാണ് 84 ദിവസം എന്ന കാലയളവ് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുക. പല പ്രവാസികൾക്കും 2-ാം ഡോസിനായി ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് 84 ദിവസമാക്കി ദീർഘിപ്പിച്ചത്. ഇതോടെ ഇത്തരക്കാർ ഏറെ പ്രയാസത്തിലായി. 2 ഡോസ് വാക്സിനും എടുത്ത പ്രവാസികൾക്ക് ചില GCC രാജ്യങ്ങൾ കോവിഡ് ചട്ടങ്ങളിൽ ഇളവ് നൽകാൻ തുടങ്ങിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.